നമസ്കാരം. ടു ഫാർമർ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായത്. അപ്പോൾ അവിടെ കാടൊക്കെ വെട്ടി തെളിച്ച് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് കുക്കുംബറിൽ കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തരാം. ഞാൻ ഉപയോഗിച്ചത് F1 സീഡാണ് ഉപയോഗിച്ചത്. 2203 എന്ന് പറയുന്ന സീഡ് ഉപയോഗിച്ച് കൃഷി ചെയ്തതാണ്. ഈ ഒരു പ്ലാന്റിനകത്ത് നിന്ന് ആദ്യമേ ഒരു പ്രാവശ്യം വിളവ് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും കൂടുതൽ കായ്കൾ ഇതിനകത്ത് ഉണ്ടായി വരുന്നുണ്ട്. രണ്ട് വെറൈറ്റിയാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ നട്ടത്. ഒന്ന് സാലഡ് കുക്കുംബർ, പിന്നെ ഒന്ന് സ്നോ വൈറ്റ് കുക്കുംബറുമാണ് നട്ടത്. അപ്പോൾ സ്നോ വൈറ്റ് കുക്കുംബർ ആണ് ഈ കാണുന്നത്. അതിനകത്ത് കായ്കളുണ്ടായി വരുന്നുണ്ട്. അടുത്ത് നിൽക്കുന്ന പ്ലാന്റും നന്നായിട്ട് പൂത്ത് അതിനകത്തുനിന്ന് ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ടത്തിനകത്തുനിന്ന് ആദ്യമേ ഒരു പ്രാവശ്യം ഞാനാണെങ്കിൽ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. കുക്കുംബർ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ രണ്ടാമത് വിളവെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറാകും. ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഒരു വിളവും കൂടി ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റും. പിന്നീട് ഇതിനകത്ത് നട്ടേക്കുന്നത് വെണ്ടയാണ് നട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു വെണ്ട വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പ്ലാന്റുകളെല്ലാം കായ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് മോഡലിലാണ് ഈ ഒരു കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ എത്ര ചൂടായാലും എത്ര ചൂട് കാലാവസ്ഥയിലും തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് പച്ചക്കറി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. എന്നാലും നമുക്ക് പച്ചക്കറി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് എടുത്ത് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതേ ഒരു എഫേർട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ചെയ്ത് നോക്കിയത്. അത് സക്സസ് ആണ്. രണ്ടാമത് ഇപ്പം കുക്കുംബർ കാണിച്ച്, അതേപോലെ തന്നെ വെണ്ട. ഇനി അടുത്ത ഒരു പരീക്ഷണം ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരീക്ഷണമല്ല കേട്ടോ, കഴിഞ്ഞ വർഷം ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ അടുത്ത പറമ്പിൽ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ ചെറിയ പ്ലാന്റായിട്ട് മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം ഒരു 10 ദിവസത്തിന് ഉള്ളിലാണ് ഇത് കിളിച്ച് വരുന്നത്. അത്രയും സമയമെടുക്കും തണ്ണിമത്തനൊക്കെ മുളച്ച് വരാനായിട്ട്. അടുത്തത് നട്ടേക്കുന്നത് വഴുതണയാണ്. വഴുതണ 2 തുണ്ടിലായിട്ടാണ് നട്ടേക്കുന്നത്. അപ്പോൾ വഴുതണ ശരിക്കും ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പ് ഒരു പുതിയ ഒരു ജൈവ കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാണുന്ന പ്ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കീടനാശിനി ഉപയോഗിക്കും. ഇതിനകത്ത് കീടനാശിനി ഉപയോഗിക്കത്തില്ല. ആ ഒരു സമയത്ത് ഇത് തമ്മിലുള്ള മാറ്റങ്ങൾ ഒരു പ്രോജക്റ്റ് ആക്കിയിട്ട് ഒരു റിപ്പോർട്ടാക്കി ശരിക്കും നമ്മൾ കൃഷി വകുപ്പിന് കൈമാറും. അപ്പോൾ അവർ ഇങ്ങനെ ഒരുപാട് കർഷകരിൽ നിന്നും ഡേറ്റ ശേഖരിച്ചതിന് ശേഷമാണ് അത് വിപണിയിലേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കർഷകരിലേക്ക് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് അതവിടെ നട്ടേക്കുന്നത്. പിന്നീട് അവിടെ പയർ നട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കപ്പയും അതേപോലെ തന്നെ വാഴയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പന്നിയുടെ ശല്യം ഒരുപാട് രൂക്ഷമായപ്പോഴത്തേക്ക് കൃഷി ഇവിടെ അവസാനിപ്പിക്കുക ചെയ്തത്. അതുമാത്രമല്ല ഇവിടെ ഈ ഒരു ഇലക്ട്രിസിറ്റി ലൈൻ പോയേക്കുന്നത് കൊണ്ട് നമുക്ക് ഉയരമുള്ളതൊന്നും കൃഷി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അധികം ഉയരം വയ്ക്കുന്നത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് വർഷാവർഷം ഇതിൻ്റെ മണ്ട മുറിച്ച് കളയുന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഉയരമുള്ളതൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു സൈഡിൽ റബ്ബർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം എങ്ങനെയാണ് കിടന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ അങ്ങ് വെട്ടിത്തെളിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നിന്ന് കൃഷി ചെയ്ത് നോക്കുക. അപ്പോൾ കുക്കുംബർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിജയമാക്കേണ്ടത്. നല്ലൊരു റിസൾട്ട് തന്നെ കുക്കുംബറിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പയർ വള്ളി പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലത്തെ കൃഷി കാഴ്ചകൾ. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ കുക്കുംബറിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാപ്പുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. കീടങ്ങളുടെ ശല്യം ഒരുപാട് കൂടുതലുണ്ട്. ഇതാ ഇവിടെ പിടിച്ച് കിടപ്പുണ്ട്, കണ്ടോ. അപ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റിൽ പോലും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പ്ലാന്റിലല്ല കേട്ടോ, എല്ലാ പ്ലാന്റിലും ഇതേപോലെ തന്നെയാണ് നന്നായിട്ട് കുക്കുംബർ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാലാവസ്ഥ ശരിക്കും പറഞ്ഞാൽ പ്രതികൂലമാണ്. ഇവിടെ ഡിസംബർ സമയത്ത് കാറ്റ് ഭയങ്കര കൂടുതലാണ്. ഡിസംബർ മാസത്തിൽ നവംബർ തൊട്ട് ഡിസംബർ ജനുവരി ഒരു 10-15 ആ ഒരു സമയങ്ങളിൽ വരെ കാറ്റ് നല്ല കൂടുതലാണ്. അപ്പോൾ ഇത് കാറ്റിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൂസായിട്ട് വള്ളി കെട്ടിയിട്ടേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അങ്ങ് നിന്നോളും. ഒറ്റ ഇതായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ചെടി മൊത്തത്തിൽ പറഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലത്തെ കൃഷി കാഴ്ചകൾ. കൂടുതൽ വീഡിയോസ് ഞാനാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.